ഈ അടുത്ത് മോഹൻലാലിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇപ്പം ഞാനത് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് സ്വന്തമാക്കുമെന്നുള്ളത്. ശരിക്കും അങ്ങനെ ആഗ്രഹിച്ചാൽ സ്വന്തമാക്കാൻ പറ്റുമോ? മോഹൻലാലിൻ്റെ ഉറപ്പാണ്. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേഴ്സണാലിറ്റി, ആ പേഴ്സണാലിറ്റിയുടെ ഒരു ഉറപ്പുണ്ട്. ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചിന്തിക്കുന്നുവോ അതെനിക്ക് ലഭിക്കും എന്നുള്ള 100%, അതിലും മേലുള്ള ഒരു ഉറപ്പാണത്. ആ തരത്തിൽ ഒരു ഉറപ്പിലേക്കും എന്തൊക്കെ പുറത്ത് സംഭവിച്ചാലും റിലാക്സ് ചെയ്തിട്ട് നിൽക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാഹചര്യം ഉള്ളതിനെ കൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമ്മളിവിടെ പുറത്ത് വലിയ കോൺട്രവേഴ്സീസ് ആക്കുന്ന പല കാര്യങ്ങളും പുള്ളി അറിയുന്ന പോലും ഉണ്ടാവുന്നുണ്ടാവില്ല, അതിലേക്ക് മൈൻഡ് ചെയ്യുന്ന പോലും ഉണ്ടാവുന്നുണ്ടാവില്ല. ഈ ഉറപ്പില്ലാത്തത് കൊണ്ടാണോ പല ആളുകളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തത്? ആഗ്രഹങ്ങൾ ആരും നടക്കില്ല. ഒരാൾ ആഗ്രഹിച്ചാൽ ഒന്നും നടക്കില്ല. ആ ആഗ്രഹങ്ങൾ നമ്മളുടെ തീവ്രമായിട്ടുള്ള ചിന്തയാക്കി നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുന്നു, പോസിറ്റീവായിട്ട് ചിന്തയാക്കി മാറ്റാൻ വേണ്ടി കഴിയുന്നു. അതാണ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടോ ആ ആഗ്രഹത്തിന് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നടക്കുവാവോ എന്നുള്ളതാണെങ്കിൽ അത് നടക്കില്ല. നിങ്ങൾ എന്ത് കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളതും അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾക്കത് കിട്ടി എന്നുള്ള തരത്തിലുള്ള നിങ്ങളുടെ 100% ഒരു ഉറപ്പ് നിങ്ങളുടെ ചിന്തകളിൽ നിങ്ങൾ അതിനു മുന്നേ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതിൻ്റെ ഭാഗമായിട്ടാണ് ആ കാര്യങ്ങൾ നമ്മളിലേക്ക് സംഭവിക്കുന്നത്. ഓൾറെഡി നമ്മുടെ മനസ്സിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. അതിൻ്റെ പല വിഷ്വൽസും നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ചില ആളുകൾ കണ്ടിട്ടില്ലേ, വീട് വെക്കുന്ന സമയത്ത് ആ വീട്ടിൽ 1000 തവണ അവർ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഹൗസ് വാമിങ് കഴിഞ്ഞ് ആ വീട്ടിൽ പോയി കിടക്കുന്ന സമയത്ത് ഒരു പുതിയ വീട്ടിൽ കിടക്കുന്ന ഫീൽ ആയിരിക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ സംഭവിക്കുന്നത്.